ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ സംസ്ഥാനങ്ങൾ, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അവിടുത്തെ മന്ത്രിമാർ, നേതാക്കൾ, ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരെല്ലാം എത്തുന്നു ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ. ഇപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അവർ എത്തി എന്നതാണ് വിവരം. അല്പസമയത്തിനകം തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് അവർ പുറപ്പെടുകയും ചെയ്യും. അങ്ങനെ രാവിലെ 10 മണിക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുന്നു. ഇതാ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ, ദീപാദാസ് മുൻഷി, ദേശീയ നേതാക്കൾ, അങ്ങനെ എല്ലാവരുടെയും ഒരു നീണ്ട നിര തന്നെയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പൊതുചിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ മുഴുവൻ കോൺഗ്രസിൻ്റെ പതാകകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നീട് അത് മാറുന്ന സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെട്ടത്. പിന്നീട് അവിടങ്ങളിലെല്ലാം കാവി പുതയ്ക്കുന്ന സാഹചര്യം പല സംസ്ഥാനങ്ങളും കോൺഗ്രസിന് നഷ്ടമാകുന്നു. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ആണ് കേരളവും തുടർച്ചയായി നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായത്. അവിടെയാണ് കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇത്രമേൽ ആവേശത്തോടുകൂടി ജനങ്ങൾ ഏറ്റെടുക്കുന്നത്, കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കുന്നത്. ഇവിടെ ഇതാ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത്, ടെലിവിഷൻ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അവിടെ ഇരിപ്പിടങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇരിപ്പിടങ്ങൾ ലഭിക്കാത്തവർ ആ സ്റ്റേഡിയത്തിനോട് ചേർന്ന് ഇപ്പോഴിതാ ബിനോയ് വിശ്വം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ ഉൾപ്പെടെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതുമാണ്. അങ്ങനെയുള്ള ഒരു വേദിയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആ വേദിയിൽ ഈ നേതാക്കൾക്ക് എത്ര സമയം ഇരിപ്പിടം ലഭിക്കും എന്നതാണ് അറിയേണ്ടത്. കാരണം നിലവിൽ ഗവർണർ അറിയിച്ചിട്ടുള്ളത് നിയുക്ത മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി മാത്രം, ഇത്രയും പേർ മാത്രമേ വേദിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നതാണ്. നമുക്ക് നേരത്തെ പാലോട് രവിയുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത് ഒരു പക്ഷേ തുടക്കത്തിൽ ഇവർ വേദിയിലേക്ക് എത്തി പിന്നീട് അവർ സദസ്സിലേക്ക് മാറുമോ, അതായത് വേദിയുടെ മുൻ നിരയിലെ ഇരിപ്പിടങ്ങളിലേക്ക് മാറുമോ എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും ഇവർക്ക് വേദിയിൽ തന്നെ സ്ഥലമൊരുക്കണം എന്നൊരാവശ്യം ആണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നതാണ്. അതിനോട് ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കും? നമ്മൾ നേരത്തെ പശ്ചിമ ബംഗാളിലെ സത്യപ്രതിജ്ഞ കണ്ടതാണ്, തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞ കണ്ടതാണ്, അതോടൊപ്പം തന്നെ അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടതാണ്. ഇതാ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ ടെലിവിഷൻ സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി കാണുന്നത് രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, AICCയുടെ മുൻ അധ്യക്ഷൻ, കോൺഗ്രസിൻ്റെ ദേശീയ മുഖം പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എത്തുന്നു. വയനാട്ടിൽ നിന്നുള്ള MP ആണ്, AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഒരു സംസ്ഥാനം കൂടി പിടിക്കുമ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ തീർച്ചയായും ഇത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ കൂടിയാണ് എന്നതാണ്. അവർ വലിയ സന്തോഷത്തോടു കൂടി, അതായത് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. രണ്ടുപേരും അല്പസമയത്തിനകം തന്നെ വേദിയിലേക്ക്, അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടുകയും ചെയ്യും. അല്പസമയത്തിനകം തന്നെ, അതായത് കോൺഗ്രസിൻ്റെ വിശിഷ്ടാതിഥികൾ എല്ലാവരും ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ ചടങ്ങാക്കി, പ്രൗഢഗംഭീരമായ ചടങ്ങാക്കി മാറ്റുന്നു. അതുമാത്രവുമല്ല, 1982 ശേഷം മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും സത്യപ്രതിജ്ഞ ഒരുമിച്ച് ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ VD സതീശൻ നേരത്തെ പറഞ്ഞത് 60 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസിൽ ഇത്തരത്തിൽ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. മുഴുവൻ നിയുക്ത മന്ത്രിമാരും ഒരേ സമയം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നതാണ്. പക്ഷേ ഒരുപക്ഷെ ഈ ടേം വ്യവസ്ഥകൾ ഉൾപ്പെടെ ആണ് ഇപ്പോഴത്തെ മന്ത്രിസ്ഥാനത്തിൽ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് 2.5 വർഷത്തിന് ശേഷമൊക്കെ അഴിച്ചുപണികൾ ഉണ്ടാകാം. അതല്ല ഇനി അതിനു മുമ്പും, കാരണം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും അത്തരം അഴിച്ചുപണികൾ കണ്ടതാണ്. ഇപ്പോൾ പോലും നമ്മൾ ഈ കേരളത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും കേന്ദ്രത്തിൽ മന്ത്രിസഭയിൽ ചില അഴിച്ചുപണികൾക്ക് BJP സർക്കാർ, NDA സർക്കാർ തയ്യാറെടുക്കുന്നു എന്നതാണ്. അങ്ങനെ കാലാനുസൃതമായ മാറ്റങ്ങൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രകടമാണ്. ഒരുപക്ഷെ സംസ്ഥാനങ്ങളിലടക്കം അത് BJP ആണ് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് 1 വർഷം മുമ്പോ 2 വർഷം മുമ്പോ മുഖ്യമന്ത്രിയെ പോലും മാറ്റുന്ന ശീലം BJPയിലുണ്ട് എന്നതാണ്. കേരളത്തിലും അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമോ? ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ജാതിമത സമവാക്യങ്ങൾ,
അങ്ങനെ ഉള്ള പല വിവരങ്ങളും അല്ലെങ്കിൽ പലതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രി കസേരയിലേക്ക് പലരും എത്തിയിട്ടുള്ളത് എന്നത് നമുക്കെല്ലാം അറിയാം. അപ്രതീക്ഷിതമായി ചില മന്ത്രിസഭയിലേക്ക് എത്തിയത് പോലും അത്തരം സമവാക്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിസഭയിലൊക്കെ അഴിച്ചുപണികൾ ഉണ്ടാകാം. പക്ഷേ 21 വകുപ്പുകളിലേക്ക് അല്ലെങ്കിൽ 21 മന്ത്രിമാർ എന്നതാണ് കേരളത്തിലെ നിയമസഭാ സാമാജികരുടെ എണ്ണം അനുസരിച്ച് ഏറ്റവും ഉയർന്ന മന്ത്രിമാരുടെ എണ്ണം. ഇപ്പോഴിതാ കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, ഒരുപക്ഷെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ, ഏതാണ്ട് 20-24 മിനിറ്റ്. അപ്പോഴും ഈ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട തർക്കം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളെല്ലാവരും ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടുന്നുണ്ട്. നേതാക്കളെ എല്ലാവരെയും പ്രധാന വേദിയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇനി സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷവും അവിടെ തുടരുമോ അല്ലെങ്കിൽ ആ സമയത്തും അവിടെ തുടരുമോ എന്നതിലൊന്നും വ്യക്തതയില്ല. എന്ത് തന്നെയാണെങ്കിലും ദേശീയ നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എത്തിക്കഴിഞ്ഞല്ലോ. ദേശീയ നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിയുക്ത മന്ത്രിമാരും നിയുക്ത MLA-മാരും എല്ലാം ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രവർത്തകർ, ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ രാജ്യത്തിന്റെ, നാടിന്റെ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നുണ്ട്. രാവിലെ തന്നെ 6 മണി 7 മണി ആവുന്ന സമയത്ത് തന്നെ പ്രവർത്തകർ ഈ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പലർക്കും അകത്ത് കടക്കാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ ഉണ്ട്. നമ്മുടെ കൂടെ ചില പ്രവർത്തകരൊക്കെ. നിങ്ങൾ എവിടുന്ന് എത്തിയതാണ്? ഞങ്ങൾ നാദാപുരത്ത് എത്തിയാണ്.